Dear students, welcome to the class of non-destructive testing. In this class, I am starting second module and the topics coming under second module are liquid penetrant inspection, its principle, and properties required for good penetrant and developers, types of penetrant and developers, advantages and limitations of various LPI methods, then LPI test procedure, interpretation and evaluation of penetrant test indications, false indications, safety precautions required in LPI and its application, advantages and limitations. That is, second module is mainly dealing with liquid penetrant inspection or LPI. Other name given to LPI are liquid penetrant testing or dye penetrant testing. In this class, I will be giving a overview of LPI testing, then its physical principle and the test procedure of LPI. ആദ്യം അതിൻ്റെ ഫിസിക്കൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ടെസ്റ്റ് പ്രൊസീജിയറൊക്കെ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് അതിലുള്ള സ്റ്റെപ്സ് ടെസ്റ്റ് പ്രൊസീജിയർ തന്നെയാണ് ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്താണ് LPIയിൽ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അതിന് ശേഷം അതിൻ്റെ ഫിസിക്കൽ പ്രിൻസിപ്പിൾ എന്താണൊക്കെ നോക്കാം. ഇതാണ് ടെസ്റ്റ് ചെയ്യേണ്ട കമ്പോണൻറ്റ്. LPI ലിക്വിഡ് പെനിട്രൻ്റ് ഇൻസ്പെക്ഷൻ വഴി ടെസ്റ്റ് ചെയ്യേണ്ട കമ്പോണൻ്റാണിത്. ഇത് കണ്ടാൽ എന്താണ് ഒരു സൗണ്ട് ഒബ്ജക്റ്റ് ആണല്ലേ. LPIയിൽ മെയിനായിട്ട് സർഫസ് ഡിഫക്റ്റ്, സർഫസ് ക്രാക്ക് അങ്ങനെ ഉള്ള ഡിഫക്ട്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുന്നത്. പക്ഷെ എന്താ അറ്റേ ലുക്കിൽ നമ്മളെ നോർമൽ നേക്കഡ് ഐ കൊണ്ട് നോക്കുന്ന സമയത്ത് എന്താണ് ഇതൊരു സൗണ്ട് ഒബ്ജക്റ്റ് ആണ്. സർഫസൊക്കെ എന്താണ് പെർഫെക്റ്റ് സർഫസ് ആണ്. ഇതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്നാണ് സർഫസ് ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാണ് കമ്പോണൻറ്റ് ടു ബി ഇൻസ്പെക്റ്റഡ്. എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യും ആദ്യം. അതിനുശേഷം സെക്കൻഡ് സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്, ലിക്വിഡ് പെനിട്രൻ്റ് ഈസ് അപ്ലൈഡ് ആൻഡ് അലൗ സം ടൈം ടു സ്പ്രെഡ് ഓവർ. ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ മുകളിൽ എന്താണ് എന്തോ ഒരു കോട്ടിങ് ഇപ്പം അധികം എക്സ്ട്രാ വന്നിട്ടുണ്ട്. എന്താ അത്, ഒരു പെനിട്രൻ്റ്, ലിക്വിഡ് പെനിട്രൻ്റ്. അതങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് പോകാം. ലിക്വിഡ് പെനിട്രൻ്റ് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നത്. അതിനുശേഷം അപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, കുറച്ച് ടൈം അതിന് ഡ്വെൽ ടൈം കൊടുക്കും. എന്താ ആ സർഫസിൽ കറക്റ്റായിട്ട് എല്ലാ ക്രാക്കൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള ടൈം കൊടുക്കും. അതിന് ശേഷം എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സർഫസിലെ പെനിട്രൻസ് എന്ത് ചെയ്യുന്നത്, റിമൂവിങ് എക്സസ് പെനിട്രൻസ്. സർഫസിലെ പെനിട്രൻസ് ആ ലിക്വിഡ് അപ്ലൈ ചെയ്ത ലിക്വിഡ് സർഫസിലെ എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്ത് കളയുന്നത്. അങ്ങനെയൊക്കെ റിമൂവ് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കാം. അതിനുശേഷം എന്താണ് ആ സർഫസ് ഇതെന്താണ് കമ്പോണൻറ്റ് ആഫ്റ്റർ റിമൂവിങ് എക്സസ് പെനിട്രൻസ് ഫ്രം ദ സർഫസ്. ആദ്യം എങ്ങനെയാണോ കമ്പോണൻറ്റ് ഉണ്ടായത് അതേപോലെ തന്നെ ഇപ്പോൾ കാണുന്നുണ്ടല്ലേ. നമുക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ, ആ പെനിട്രൻ്റ് അപ്ലൈ ചെയ്തു, ഞാൻ റിമൂവ് ചെയ്തു. അതിന് ശേഷമുള്ള കമ്പോണൻ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിലെന്താണ് ഇപ്പോൾ സർഫസ് നോക്കിയാൽ നമുക്കൊന്നും കാണുന്നില്ല അല്ലേ. എന്താ ഡിഫക്ട്സ് ഉണ്ടോ, അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടോ, ഒന്നുമില്ല. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, അതിൻ്റെ മുകളിൽ ഒരു ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്നു. അതിൻ്റെ ഫംഗ്ഷനൊക്കെ എന്താണ് നോക്കാം. ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്നു. ഈ സമയത്ത് എന്താണ് കുറച്ച് മാറ്റങ്ങൾ അതിൽ കാണുന്നുണ്ടല്ലേ. എന്താണ് ചില സ്ഥലത്ത് ആ വൈറ്റ് കളറിൽ കാണുന്ന ഡെവലപ്പറാണ്, പക്ഷെ എന്താ ചില സ്ഥലത്ത് എന്തായിരുന്നു അവർ റെഡ് ഇൻഡിക്കേഷൻസ് കാണുന്നുണ്ട്. ചില പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം. എന്തായിരിക്കും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സർഫസിൽ എന്തെങ്കിലും സം ഡിഫക്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ക്രാക്സ് ഉണ്ട്. അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ റെഡ് കളറിൽ കാണുന്ന സ്പോട്ട്സൊക്കെ കാണുന്നത്. ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ആ ഇൻഡിക്കേഷൻ കാണുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ലിക്വിഡ് പെനിട്രൻ്റ് ടെസ്റ്റിംഗ് ബേസിക്കായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഫിസിക്കൽ പ്രിൻസിപ്പിളൊക്കെ എന്താണെന്ന് നോക്കാം. ലിക്വിഡ് പെനിട്രൻ്റ് ഇൻസ്പെക്ഷൻ. ലിക്വിഡ് പെനിട്രൻ്റ് ഇൻസ്പെക്ഷൻ or penetrant testing is widely applied and low cost inspection method used to locate surface breaking defects in all non porous materials like plastic, metals or ceramics. Detect casting, forging and welding surface defects such as hairline cracks, surface porosity, leaks in new products and fatigue crack on in-service components. ലിക്വിഡ് പെനിട്രൻ്റ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ലോ കോസ്റ്റ് മെത്തേഡാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്, സർഫസ് ഡിഫക്ട്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. മെറ്റൽസിൽ യൂസ് ചെയ്യുക, പ്ലാസ്റ്റിക്സിൽ യൂസ് ചെയ്യുക, സെറാമിക്സിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നോൺ പോറസ് മെറ്റീരിയൽ ആയിരിക്കണം. ഓക്കെ, അതെന്തുകൊണ്ടാണ് പ്രൊസീജിയർ മൊത്തം പഠിക്കുന്ന സമയത്തൊക്കെ മനസ്സിലാവും. ഇത് പോറസ് മെറ്റീരിയലിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, LPI മെത്തേഡ്. ഇനി അതിൻ്റെ ഫിസിക്കൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം.
Liquid penetrant testing depends upon wettability of the liquid on the specimen surface uniformly and penetrating effect of the liquid on open flows. ഇതിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞ സമയത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് വെറ്റബിലിറ്റി ആണ്, രണ്ടാമത്തത് പെനിട്രേറ്റിംഗ് ഇഫക്റ്റ് ആണ്. ലിക്വിഡ് പെനിട്രൻറ്റ് ടെസ്റ്റിങ്ങിൻ്റെ രണ്ട് ബേസിക്കായുള്ള കാര്യങ്ങളാണ് എന്താണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലിക്വിഡിന് എന്താണ് ആ സർഫസിനെ വെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. പിന്നെന്താണ്? എന്തെങ്കിലും ക്രാക്ക് ഉണ്ടെങ്കിൽ ആ ക്രാക്കിൻ്റെ അകത്തോട്ട് അതിന് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റണം. ഈ രണ്ട് കാര്യങ്ങളും എന്ത് വേണം? ഈ LPA ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡിന് ഈ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. This effect depends upon surface tension and capillary action of this liquid. Surface tension depends upon cohesive force between molecules. A decrease in cohesive force or surface tension within the liquid will result in greater wettability. ഓക്കെ, ഇനി എന്താ വെറ്റബിലിറ്റി അല്ലെങ്കിൽ എന്താണെന്ന് നോക്കാം. ഈ ഒരു ഫിഗർ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും എന്താണ് വെറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ. വെറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ലിക്വിഡിനെ അല്ലെങ്കിൽ ആ പെനിട്രൻറ്റിനെ അതിൻ്റെ സർഫസിലോട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവാണ് എന്ത് വെറ്റബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സർഫസിനെ വെറ്റ് ചെയ്യാനുള്ള കഴിവ്. 3 കേസസ് കാണിച്ചിട്ടുണ്ട്. ആ ബ്ലൂ കളറിൽ കാണുന്ന ലിക്വിഡ്, മറ്റേത് സർഫസാണ് ഗ്രേ കളർ. ഓക്കെ, ഇതെന്താ കാണിച്ചിരിക്കുന്നത്? കംപ്ലീറ്റ് വെറ്റിംഗ് ആണ്. അതായത് അപ്ലൈ ചെയ്തിരിക്കുന്ന ലിക്വിഡ് എന്താണ് ത്രൂ ഔട്ട് സർഫസിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെയാണെങ്കിലോ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫസ്റ്റ് കേസ് കണക്കില്ല. എന്നാലും എന്താ ഗുഡ് വെറ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഇവിടെയാണ് സംഭവിക്കുന്നതെങ്കിലോ ബാഡ് വെറ്റിംഗ് ആണ് അല്ലേ. സർഫസിൽ ത്രൂ ഔട്ടായിട്ട് സ്പ്രെഡ് ചെയ്യുന്നില്ല. എന്താണ്? അതിന് ആ സ്ഫെറിക്കൽ ഷേപ്പിൽ നിൽക്കാനുള്ള ടെൻഡൻസിയാണ് ആ ലിക്വിഡിന് ഉണ്ടാകുന്നത്. എന്താ കേസ്? ബാഡ് വെറ്റിംഗ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലിക്വിഡിന് എന്തായിരിക്കണം? അതിന് ആ സർഫസിൽ ഗുഡ് വെറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ സർഫസിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അടുത്ത എന്താണ്? പെനിട്രേറ്റിംഗ് എഫക്റ്റ് ആണ്. ഓക്കെ, ഞാൻ ആ സർഫസിൽ അത് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത സമയത്ത് എന്താ ഒരു ക്രാക്കായിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ക്രാക്കിലോട്ട് അതിന് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റണം. അതാണ് എന്ത് പറയുന്നത് ആ പെനിട്രേറ്റിംഗ് ഇഫക്റ്റ്. ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സർഫസ് ടെൻഷൻ ആൻഡ് കാപ്പിലാരിറ്റി ഓഫ് ലിക്വിഡ്. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ കോഹസീവ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. കോഹസീവ് ഫോഴ്സ് പറഞ്ഞാൽ എന്താ? സിമിലർ കൈൻഡ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനാണ് കോഹസീവ് എന്ന് പറയുന്നത്. അഡിഷൻ എന്ന് പറഞ്ഞാലോ രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ മോളിക്യൂൾസ് തമ്മിലെ ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് അഡിഷൻ എന്ന് പറയുന്നത്. സർഫസ് ടെൻഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? കോഹസീവ് ഫോഴ്സ് ആണ്. പിന്നെ കോഹസീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്ന വെച്ചോ. കോഹസീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇതിൻ്റെ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു. ആ സമയത്ത് എന്താ സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യും. എന്താ വെറ്റിംഗ് പ്രോപ്പർട്ടി കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ലിക്വിഡ് ഇതിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നത് എന്ത് പറഞ്ഞു? അത് കാപ്പിലറി ആക്ഷൻ കൊണ്ടാണ്. ഇതിന് പെനിട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കാപ്പിലറി ഫോഴ്സ് ആണ്. കാപ്പിലറി ഫോഴ്സിൻ്റെ കാരണം എന്താണ്? സർഫസ് ടെൻഷൻ തന്നെയാണ്. When a liquid is applied on the solid surface, depending upon the solid liquid interaction, two things can happen. Either the liquid will spread over the solid surface or it will not spread over the solid surface. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സോളിഡ് സർഫസിൽ ഞാൻ ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഒന്നിക്കൽ എന്താണ്? ആ ലിക്വിഡ് ആ സോളിഡ് സർഫസ് മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്യും, അല്ലെങ്കിൽ വെറ്റ് ചെയ്യും. അല്ലെങ്കിലോ അത് സ്പ്രെഡ് ചെയ്യില്ല, എന്താണ് വെറ്റ് ചെയ്യാണ്ട് നിൽക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. ഓക്കെ, അതിനെ സ്പെസിഫൈ ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? അതായത് വെറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നൊരു ഫാക്ടർ ഉണ്ട്. ആ ടൈമിൽ പറയുന്നത് എന്താണ്? കോണ്ടാക്റ്റ് ആംഗിളാണ്. ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അത്. കോണ്ടാക്റ്റ് ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിലോ എന്താ സംഭവിക്കുക? ഇതാണ് കോണ്ടാക്റ്റ് ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് പറയുന്ന ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി എന്തായിരിക്കും? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലിക്വിഡ് ആ സോളിഡ് സർഫസിനെ വെറ്റ് ചെയ്യും. അതേപോലെ കോണ്ടാക്റ്റ് ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആണെങ്കിലോ അപ്ലൈ ചെയ്യുന്ന ലിക്വിഡ് ആ സോളിഡ് സർഫസിനെ വെറ്റ് ചെയ്യൂല. എക്സാമ്പിളായിട്ട് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് വാട്ടർ ആണ് അപ്ലൈ ചെയ്യുന്നെങ്കിലോ ആ സോളിഡ് സർഫസിന് അത് വെറ്റ് ചെയ്യുന്നുണ്ടാവും. നേരെ മറിച്ച് ഒരു മെർക്കുറി ഞാൻ ഒരു സോളിഡ് സർഫസിൽ ലിക്വിഡ് ഫോമിലെ മെർക്കുറി ഒന്ന് അപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് എന്താ അതൊരു സ്ഫെറിക്കൽ ഫോമിൽ ആ മെർക്കുറി നിൽക്കുന്നുണ്ടാവും. അതെന്താ ആ സോളിഡ് സർഫസിൽ സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ടാവില്ല. ഓക്കെ, നമുക്കിതിൽ ഏതായിരിക്കും വേണ്ടുന്നത്? ഗുഡ് വെറ്റിംഗ് പ്രോപ്പർട്ടിയാണ് വേണ്ടുന്നത്. അതായത് ഈ LPAയിൽ എന്താണ് കോണ്ടാക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കണം. അതായത് ആ പെനിട്രൻ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ലിക്വിഡ് ആ സർഫസ് മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകണം. അതാണ് ആ ഗുഡ് വെറ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് എൻ്റെ പ്രിൻസിപ്പിൾ തന്നെയാണ്, ജസ്റ്റ് പ്രൊസീജിയർ ഒന്ന് പറയുന്നതേ ഉള്ളൂ.
Penetrant may be applied to the specimen using spraying, dipping or brushing. After sufficient dwell time, the excess penetrant is removed and developer is applied, which draws the penetrant out of the flow so that an invisible indication become visible to the inspector. Inspection is performed under ultraviolet or white light depending on the type of dye used, fluorescent or non-fluorescent. അതായത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് പ്രിൻസിപ്പിൾ പറഞ്ഞ സമയത്ത് അതിൻ്റെ ഫിസിക്കൽ പ്രിൻസിപ്പിളും പറഞ്ഞു, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെ സ്റ്റെപ്സ് ഇല്ലെങ്കിൽ കൂടെ ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയണം എന്നാണ് പറയുന്നത്. പെനിട്രൻ്റ് അപ്ലൈ ചെയ്തു, ഡ്വെൽ ടൈമിന് ശേഷം എന്താണ് സർഫസിലെ എക്സസ് പെനിട്രൻസ് റിമൂവ് ചെയ്തു, അതിന് ശേഷം എന്താണ് സർഫസിൽ ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു വിസിബിൾ ഇൻഡിക്കേഷൻ കിട്ടും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ ഒരിക്കലും ആ ലിക്വിഡ് പെനിട്രൻ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. കോമ്പിനേഷൻ ഓഫ് പെനിട്രൻ്റ് ആൻഡ് ഡെവലപ്പർ, അതാണ് നമുക്ക് എന്ത് തരുന്നത്, ഇതിൽ റിസൾട്ട് തരുന്നത്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് അതിൻ്റെ ടെസ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. പ്രോസസ്സിംഗ് സ്റ്റെപ്സ് ഓഫ് LPA അല്ലെങ്കിൽ ടെസ്റ്റ് പ്രൊസീജിയർ. Penetrant inspection is accomplished with the following sequence of operation. First one, surface cleaning. Second one, application of penetrant. Third one, dwell time. Removal of excess penetrant. Fourth one. Fifth one, application of developer. And sixth one, inspection. ആ സ്റ്റെപ്സ് ഡയഗ്രത്തെ കാണിച്ചിട്ടുണ്ട്. എക്സാമിന് ചോദിച്ചാൽ ഈ ഡയഗ്രമാണത് വരക്കേണ്ടത്. ടെസ്റ്റ് പ്രൊസീജിയർ സ്റ്റെപ്സ് ചോദിച്ചാൽ ഈ ഡയഗ്രമാണ് വരക്കേണ്ടത്. ഇനി ഓരോ സ്റ്റെപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സർഫസ് ക്ലീനിങ്. ദ ടെസ്റ്റ് സർഫസ് ടു ബി ഇൻസ്പെക്റ്റഡ് ഈസ് ക്ലീൻഡ് ടു റിമൂവ് ഓയിൽ, ഗ്രീസ്, പെയിൻസ് ഓർ അതർ കണ്ടാമിനൻസ്. അതായത് ഇതാണ് എനിക്ക് ഇൻസ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നിക്കലത് പുതിയ ന്യൂലി മാനുഫാക്ചർഡ് പ്രോഡക്റ്റ് ആവാം, ചിലപ്പോൾ ഇൻ സർവീസ് കമ്പോണൻസ് ഒക്കെ ആവാം. എന്താ അതിൻ്റെ സർഫസിൽ എന്തെങ്കിലും ഡേർട്ടോ അല്ലെങ്കിൽ കണ്ടാമിനൻസ് ഉണ്ടെങ്കിൽ അത് ആദ്യം എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്തിട്ട് അത് പെർഫെക്റ്റ് ഒരു ഡേർട്ട് കണ്ടാമിനൻസും ഇല്ലാത്ത സർഫസ് ആക്കിയിട്ട് അതിനെ മാറ്റണം. അതാണ് സർഫസ് ക്ലീനിങ് എന്ന് പറയുന്നത്. എന്തിനാണ് ക്ലീൻ ചെയ്യുന്നത്? ദ കണ്ടാമിനൻസ് എയ്തർ കീപ്സ് പെനിട്രൻറ്റ് ഔട്ട് ഓഫ് ദി ഡിഫക്റ്റ് ഓർ കോസ് ഇർറെലവൻറ്റ് ഓർ ഫാൾസ് ഇൻഡിക്കേഷൻ. അതിൽ കണ്ടാമിനൻറ്റ് ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണ്? ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നത്, ഡൈ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പെനിട്രൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇൻ കേസ് ഇവിടെ എന്തെങ്കിലും കണ്ടാമിനൻസ് ഉണ്ടെങ്കിലോ ആ പെനിട്രൻറ്റിന് ആ ഒരു ക്രാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റില്ല. ആ കണ്ടാമിനൻ്റ് എന്ത് ചെയ്യും, ഒരു മാസ്കിങ് എഫക്റ്റ്, അതായത് അതിനെ പോകാൻ വിടൂല അതിൻ്റെ അകത്തേക്ക്. അത് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കണ്ടാമിനൻ്റ് അതിലുണ്ടെങ്കിൽ. പിന്നെന്താണ്, പിന്നെ വല്ല കണ്ടാമിനൻ്റ് ഉണ്ടെങ്കിൽ അത് ചിലപ്പം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റിസൾട്ട് എന്തായിരിക്കും, ഫാൾസ് റിസൾട്ടായിരിക്കും. കണ്ടാമിനൻ്റ് റിമൂവ് ചെയ്യാണ്ട് ഞാൻ എല്ലാ പ്രൊസീജിയറും ചെയ്യുന്ന സമയത്ത് അവസാനം എന്തെങ്കിലും സർഫസ് കാണിക്കുന്നുണ്ടെങ്കിൽ, കണ്ടാമിനൻറ്റിൻ്റെ എന്താ എഫക്റ്റും കാണിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് തരുന്നത്, ഫാൾസ് റിസൾട്ടാണ്. പിന്നെ ഒരു പ്രശ്നവും കൂടി ഉണ്ട്, കണ്ടാമിനൻറ്റ് ഓൾസോ ടെൻ ടു ഇൻക്രീസ് കോൺടാക്റ്റ് ആംഗിൾ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ കോൺടാക്റ്റ് ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് വരുള്ളൂ, പ്രോപ്പർ വെറ്റിങ് വരുള്ളൂ. ഇനി കണ്ടാമിനൻസിൻ്റെ സമയത്തുള്ള പ്രശ്നം എന്താണ്, അത് ലിക്വിഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോൺടാക്റ്റ് ആംഗിൾ ഇൻക്രീസ് ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട്. മീൻസ് എന്താ, നോൺ വെറ്റിംഗ് പ്രോപ്പർട്ടി ആയിരിക്കും. അതുകൊണ്ട് എന്താ, കണ്ടാമിനൻസ് ഒക്കെ റിമൂവ് ചെയ്ത് സർഫസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആയിരിക്കണം. ക്ലീനിങ് മെത്തേഡ് മേ ഇൻക്ലൂഡ് വേപ്പർ ഡീഗ്രീസിങ്, സോൾവെൻറ്റ് വൈപ്പിംഗ്, സോൾവെൻറ്റ് സ്പ്രേയിങ് എക്സെട്ര. അതായത് സർഫസ് ക്ലീനിങ്ങിന് മെക്കാനിക്കൽ മെത്തേഡ്സ്, ബ്രഷ് ഇട്ട് റബ്ബ് ചെയ്യൽ, അങ്ങനെ വല്ല മെക്കാനിക്കൽ മെത്തേഡ്സും ഉണ്ട്, പിന്നെ ഒരുപാട് കെമിക്കൽ മെത്തേഡ്സും ഉണ്ട്. ഏത് പാർട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കിയിട്ട് എന്താ നമുക്കത് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് സർഫസ് ക്ലീൻ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് പെനിട്രൻറ്റ്. ആഫ്റ്റർ ക്ലീനിങ് ദ സർഫസ് ഫ്രം എനി ടൈപ്പ് ഓഫ് ഫോറിൻ കണ്ടാമിനൻസ്, penetrants are applied on the surface. Penetrants can be applied by immersing the job into penetrant bath or by brushing or by spraying. ഓക്കെ, സർഫസ് സ്പെസിമെൻ എന്താണ്, സ്പെസിമെൻ എടുത്തു, ഞാൻ മൊത്തമായിട്ട് അതൊക്കെ ക്ലീൻ ചെയ്തു. അതിന് ശേഷം എന്താണ് ചെയ്യുന്നത്, അതിൽ പെനിട്രൻ്റ് അല്ലെങ്കിൽ ഡൈ അപ്ലൈ ചെയ്യുന്നത്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? ഒന്നുകിൽ ഒരു ബാത്ത്, ഒരു കണ്ടെയ്നറിൽ എന്തുണ്ട്, നമ്മളെ പെനിട്രൻ്റ് അതിലോട്ട് ആ നമ്മളെ ബോഡി ടെസ്റ്റ് സ്പെസിമെൻ ഇമ്മേഴ്സ് ചെയ്തിട്ട് എടുക്കുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന് ബ്രഷ് ഉപയോഗിച്ചിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്പ്രേ, നോർമലി ഉപയോഗിക്കുന്ന സ്പ്രേ വെച്ചിട്ട് ചെയ്യുന്നതാണ്. സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ലിക്വിഡ് പെനിട്രൻ്റ് എന്താണ്, ആ കമ്പോണൻറ്റ് സർഫസിൽ മൊത്തമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഈ 3 മെത്തേഡിൽ ഏത് വഴി വേണമെങ്കിലും എന്ത് ചെയ്യുക, നമുക്ക്
ഇത് പെനിട്രൻ്റ് ആ കമ്പോണൻറ്റിൽ അപ്ലൈ ചെയ്യാം. അടുത്തത് ഡ്വെൽ ടൈം. ദ പെനിട്രൻ്റ് ഈസ് ലെഫ്റ്റ് ഓൺ ദ സർഫസ് ഫോർ സഫിഷ്യൻറ്റ് ടൈം ടു അലൗ ഇറ്റ് ടു ഡ്രോൺ ഇൻ ടു എ സർഫസ് ക്രാക്ക് ഓർ ഡിഫെക്റ്റ്. Penetrant dwell time is the total time that the penetrant is in contact with the part surface. It depends upon type of penetrant used, temperature, surface finish and material on which penetrant is applied. ഇതിലെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഫിസിക്കലി ചെയ്യേണ്ടല്ലോ, ജസ്റ്റ് എന്താണ് പെനിട്രൻ്റ് ഞാൻ എന്ത് ചെയ്യുന്നു സർഫസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുന്നു. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ ഡ്യൂ ടു കാപ്പിലറി ഫോഴ്സ് ഈ സർഫസിൽ അപ്ലൈ ചെയ്ത ആ പെനിട്രൻ്റ് എന്താ ക്രാക്കൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ആ ക്രാക്കിൻ്റെ അകത്തോട്ട് അത് പെനിട്രേറ്റ് ചെയ്ത് പോവും. ഓക്കെ, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? കാപ്പിലറി ഫോഴ്സാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആ ഡ്വെൽ ടൈമിൽ നടക്കുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സഫീഷ്യൻറ്റ് ഡ്വെൽ ടൈം കൊടുത്തിട്ടില്ലെങ്കിലോ അതിലെന്താ അപ്ലൈ ചെയ്ത പെനിട്രൻറ്റിന് ക്രാക്ക് ഉണ്ടെങ്കിൽ അതിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റില്ല, നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല. Generally, minimum dwell period varies up to 60 minutes. പിന്നെ ലാസ്റ്റ് പോയിൻ്റ് ഓൾറെഡി പറഞ്ഞാണ്, എന്താണ് കാപ്പിലറി ഫോഴ്സാണ് ആ സർഫസിലെ ഡൈ അല്ലെങ്കിൽ ആ പെനിട്രൻറ്റിനെ ആ ക്രാക്കിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? കാപ്പിലറി ഫോഴ്സാണ്. അടുത്ത ഫോർത്ത് വൺ, റിമൂവൽ ഓഫ് എക്സസ് പെനിട്രൻറ്റ്. This is very complicated step where precise level of care is required to remove excess penetrant from the surface while leaving penetrant for the defects. അതായത് റിമൂവൽ ഓഫ് എക്സസ് പെനിട്രൻറ്റ് ഈ LPAയിൽ ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? റിമൂവൽ ഓഫ് എക്സസ് പെനിട്രൻ്റ് ആണ്. ഓക്കെ, പെനിട്രൻറ്റ് റിമൂവ് ചെയ്യുന്നത് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും പക്ഷേ എന്താ അത്രയും കെയർ എടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണിത്. കാരണം എന്താ എനിക്ക് എവിടുത്തെ പെനിട്രൻ്റാണ് റിമൂവ് ചെയ്യേണ്ടത്? ഈ സർഫസിലുള്ള പെനിട്രൻ്റ് മൊത്തം റിമൂവ് ചെയ്യണം. പക്ഷേ ആ ക്രാക്കിലില്ലത് എന്താണ് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യണം. അത് ക്രാക്കിലില്ലേയും കൂടെ റിമൂവ് ചെയ്താൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്താണ് അതിൽ ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഇല്ല വിസിബിൾ ഇൻഡിക്കേഷൻസ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താണ് ആ ക്രാക്കിലില്ല പെനിട്രൻ്റ് എല്ലാം ഡൈ അത് അവിടെ തന്നെ കീപ്പ് ചെയ്യണം. പിന്നെ സർഫസിലുള്ളത് റിമൂവ് ചെയ്ത് കളയും വേണം. അതുകൊണ്ടാണ് അത് അത്രയും കെയറിൽ ചെയ്യേണ്ട സ്റ്റെപ്പാണെന്ന് പറയുന്നത്. Depending upon the penetrant system used, this step may involve cleaning with solvent, direct rinsing with water, or first treating the part with an emulsifier and then rinsing with water. അതായത് ഈ എക്സസ് പെനിട്രൻറ്റ് റിമൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണെന്ന് പറയുന്നത് ഒന്നിക്കൽ ഒരു സോൾവെൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു സോൾവെൻറ്റും ഒരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് അത് സർഫസിലുള്ളത് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും എക്സസ് പെനിട്രൻറ്റ്. അല്ലെങ്കിൽ എന്താ ഡയറക്റ്റ് വാട്ടർ വാഷ് ചെയ്യുക, വാട്ടർ ഗണ്ണ് ഉപയോഗിച്ചിട്ട് വാട്ടർ വാഷ് ചെയ്യുക. ഇനി വാട്ടർ വാഷ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് പെനിട്രൻസ് ആണ് ഡൈ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം അതിനെന്ത് ചെയ്യും ഒരു ഇമൽസിഫയർ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, അന്നേരം എന്താണ് ആ വാട്ടർ വാഷ് ചെയ്യാനുള്ള സ്റ്റേറ്റിൽ അത് എത്തും. അതിനുശേഷം അത് വാട്ടർ വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ആ സർഫസിലെ എക്സസ് പെനിട്രൻസൊക്കെ റിമൂവ് ചെയ്ത് കളയും. ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്ത ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? അപ്ലിക്കേഷൻ ഓഫ് ഡെവലപ്പർ. ഓൾറെഡി പറഞ്ഞാണ് ജസ്റ്റ് ആ പെനിട്രൻറ്റ് മാത്രം വെച്ച് എനിക്കിതിൽ റിസൾട്ട് കിട്ടില്ല. പെനിട്രൻറ്റ് പ്ലസ് ഡെവലപ്പർ കോമ്പിനേഷനാണ് റിസൾട്ട് തരുന്നത്. ഫോർ ക്ലിയർ വിഷ്വലൈസേഷൻ ഓഫ് ഡിഫക്റ്റ് എ തിൻ ലെയർ ഓഫ് ഡെവലപ്പർ ഈസ് അപ്ലൈഡ് ഓൺ ദ സർഫസ് ഓഫ് ജോബ് വിച്ച് ഡ്രോസ് ഔട്ട് പെനിട്രൻറ്റ് ട്രാപ്ഡ് ഇൻ ഫ്ലോസ് ബാക്ക് ടു ദി അപ്പർ സർഫസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അതിനുശേഷം എന്താ ചെയ്യുന്നത് ആ സർഫസിലൊരു ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്നു. യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡെവലപ്പർ എന്ന് പറയുന്നത്. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും അത് ആ ക്രാക്കിലില്ല പെനിട്രൻറ്റ് അല്ലെങ്കിൽ ആ ഡൈനെ എന്ത് ചെയ്യും സർഫസിലോട്ട് അത് വലിക്കും. അതിനെ ഡ്രോസ് ബാക്ക് ടു ദി സർഫസ്. അവിടെയും ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആരാണ്? കാപ്പിലറി ഫോഴ്സാണ് അവിടെയും ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഡെവലപ്പറിനൊരു ഫീച്ചർ ഉണ്ടെന്നാണ് അത് ചെറിയൊരു പോറോസിറ്റി ഉണ്ടാവും. അതിൻ്റെ സർഫസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയ പോറസ് സ്ട്രക്ചറായിട്ടാണ് അത് ഉണ്ടാവുക. അതുകൊണ്ടാണ് അവിടെ കാപ്പിലറി ആക്ഷൻ അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ആ എന്താണ് ഈ ക്രാക്കിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന ആ ഡൈ അല്ലെങ്കിൽ പെനിട്രൻറ്റ് സർഫസിലോട്ട് വരുന്ന സമയത്ത് എന്താണ് നമുക്കൊരു ക്ലിയർ ഇൻഡിക്കേഷൻ കിട്ടിയല്ലേ? സർഫസിൽ ആ കളർ കാണുന്ന സമയത്ത് എന്താണ് നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടി അവിടെ എന്താണ് എന്തൊരു ഡിഫക്റ്റ് ഉണ്ടെന്നില്ല ഇൻഡിക്കേഷൻ കിട്ടി. ഡെവലപ്പറിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനും കൂടിയുണ്ട്. അനദർ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ഡെവലപ്പർ ഈസ് ദാറ്റ് ഇറ്റ് കവേഴ്സ് ദി സർഫസ് വിത്ത് എ കളർ ദാറ്റ് പ്രൊവൈഡ്സ് ഗുഡ് വിഷ്വൽ കോൺട്രാസ്റ്റ് ടു ദി പെനിട്രൻറ്റ്. ദിസ് ഇൻക്രീസസ്
വിസിബിലിറ്റി ഓഫ് ദി ഡിഫക്റ്റ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡെവലപ്പർ എന്താണ്, ഡൈയുടെ കളർ നോർമലി യൂസ് ചെയ്യുന്നത് റെഡ് കളർ ഡൈ ആയിരിക്കും, അല്ല പെനിട്രൻറ്റ് റെഡ് കളർ ആയിരിക്കും. ഞാൻ ഡെവലപ്പർ ഇവിടെ സ്പ്രേ ചെയ്തിരിക്കുന്നത് എന്താണ്, ഒരു വൈറ്റ് കളറാണ് നമുക്കിവിടെ കാണിക്കുന്നത്. മീൻസ് എന്താ, ആ റെഡ് കളറിൽ ഡിഫക്റ്റ് എന്താണ്, ക്ലിയർ ആയിട്ട് വിസിബിളാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്. ആ കളർ കോൺട്രാസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് തരുന്ന രീതിയിലുള്ള ഡെവലപ്പറായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡെവലപ്പറിൻ്റെ ഫംഗ്ഷൻ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ആ ക്രാക്കിലില്ല പെനിട്രൻറ്റിന് എന്താണ് സർഫസിലോട്ട് ഡ്രോ ചെയ്യാണ് ഡെവലപ്പർ ചെയ്യുന്നത്. മീൻസ് എന്താ, നമുക്ക് നല്ലൊരു വിസിബിൾ ഇൻഡിക്കേഷൻ തരും. ഡെവലപ്പർ മേ ബി യൂസ്ഡ് ഇൻ ഡ്രൈ ഓർ വെറ്റ് ഫോം. അതായത് ഡ്രൈ ഡെവലപ്പർ ഒന്നിക്കലും എന്തായിരിക്കും, ഡ്രൈ ഫോമിലുള്ള ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് വെറ്റ് ഫോമിൽ. ഓക്കെ, ഇതാണ് 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, ഡെവലപ്പറും കൂടെ അപ്ലൈ ചെയ്താൽ ആ സർഫസിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെന്ന് നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടി. പിന്നെന്താ ചെയ്യേണ്ടത്, അത് ഇൻസ്പെക്ട് ചെയ്യലാണ്. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഈസ് ദ സ്കാനിങ് ഓഫ് ദ സർഫേസ് ഫോർ ഇൻഡിക്കേഷൻസ്. Inspection of the test surface should takes place after 10 to 30 minutes development time depending upon the product kind. ഓക്കെ, ഡെവലപ്പർ അപ്ലൈ ചെയ്ത് ഓൺ ദ സ്പോട്ടിൽ ഇൻസ്പെക്ഷൻ നടക്കില്ല, കുറച്ച് ടൈം കൊടുത്തതിന് ശേഷം എന്താണ് ഇൻസ്പെക്ഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. ഇത് നോക്കിയാൽ മനസ്സിലാവും എന്താണ്, ആ ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വൈറ്റ് കളറിലാണ് അതിങ്ങനെ ഒരു ചോക്ക് കൂടി കണക്കിനെ കാണുന്നത്. പിന്നെന്താ, ഇവിടെ ഇതൊക്കെ അതിലുള്ള സർഫസിലെ ഡിഫക്ട്സ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. The inspector will use visible light with adequate intensity for visible dye penetrant. Ultraviolet radiation of adequate intensity along with low ambient light is used for fluorescent penetrants. നമുക്ക് 2 ടൈപ്പിലെ പെനിട്രൻ്റ് ഉണ്ട്. ഒന്നാമത്തെ എന്താണ്, വിസിബിൾ ഡൈ പെനിട്രൻ്റ് എന്ന് പറയും. രണ്ടാമത്തത് ഫ്ലൂറസെൻ്റ് പെനിട്രൻ്റ് എന്ന് പറയും. നോർമലി യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് വിസിബിൾ ഡൈ പെനിട്രൻ്റ് ആണ്. വിസിബിൾ ഡൈ പെനിട്രൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ കമ്പോണൻറ്റിനെ ഇൻസ്പെക്ട് ചെയ്യാൻ ആര് മതി, നോർമലി നമ്മളെ വിസിബിൾ ലൈറ്റ് മതി. വിസിബിൾ ലൈറ്റ് വെച്ചിട്ട് എന്താണ് നമുക്കതിനെ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഫ്ലൂറസെൻ്റ് ഡൈ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ആ സർഫസിൽ അപ്ലൈ ചെയ്യുന്നത് ഫ്ലൂറസെൻ്റ് ഡൈ ആണെങ്കിൽ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ എന്ത് വേണം, അൾട്രാ വയലറ്റ് ലൈറ്റ് വേണം. അതായത് ആ കമ്പോണൻ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഒരു ഡാർക്ക് റൂമിലോട്ട് പോകും. അതിനുശേഷം അൾട്രാ വയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് ഇൻസ്പെക്ട് ചെയ്യുന്നത്. നോർമലി യെല്ലോ ഗ്രീൻ റേഞ്ചിലായിരിക്കും നമുക്ക് ആ ക്രാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരുന്നുണ്ടാവുക. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന 2 പോയിൻറ്റ്. ഓക്കെ, നോർമൽ വിസിബിൾ ഡൈ ആണ് ഉപയോഗിക്കുന്നത്, ഡൈ പെനിട്രൻ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വൈറ്റ് ലൈറ്റിൽ നോർമൽ ലൈറ്റിൽ ഇൻസ്പെക്ട് ചെയ്യുക. ഫ്ലൂറസെൻ്റ് പെനിട്രൻ്റ് ഉപയോഗിക്കുന്നെങ്കിൽ ആര് ഹെൽപ്പ് വേണം, അൾട്രാ വയലറ്റ് ലൈറ്റിൻ്റെ ഹെൽപ്പ് വേണം. ആഫ്റ്റർ ദി ഇൻസ്പെക്ഷൻ സ്റ്റേജ്, അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ ഓഫ് ദ കമ്പോണൻറ്റ് ഈസ് മെയ്ഡ് ബേസ്ഡ് ഓൺ ദി അപ്ലിക്കബിൾ ആൻഡ് സ്പെസിഫിക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഓക്കെ, ഒരു കമ്പോണൻറ്റ് ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സർഫസിൽ എന്തൊക്കെ ഇൻഡിക്കേഷൻസ് കാണുന്നുണ്ട്. ആ കാണുന്ന ഇൻഡിക്കേഷൻസിനെ നമുക്ക് ഒരു സർട്ടൻ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യും. ആ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നത്, ഒന്നിക്കൽ ആ കമ്പോണൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. അതെവിടെയാണ് ചെയ്യുന്നത്, ഇൻസ്പെക്ഷനിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ്. എന്നോട് പറഞ്ഞാൽ ഫസ്റ്റത്തെ എന്താണ്, സർഫസ് ക്ലീനിങ് ആണ്. സെക്കൻഡ്, apply penetrant, then dwell time, then removing the excess penetrant from the surface, then apply the developer on the surface, and finally inspection.